വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരുന്നപ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നത് തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നുവെന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം, പാടുപീഡകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. ഈ ദൗത്യത്തോടു കൂടിയാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും ജെറുസലേമിലേക്ക് ജൈത്രയാത്ര നടത്തിയതും പെസഹ അത്താഴത്തിൽ സ്നേഹത്തിൻ്റെ കൂദാശ സ്ഥാപിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക കാണിച്ചു തന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച് നമ്മെയും ഈ പ്രപഞ്ചത്തെയും വീണ്ടെടുത്തതും. ദുഃഖവെള്ളിയാഴ്ചയോടുകൂടി എല്ലാം അവസാനിച്ചുവെന്ന് കരുതി. എന്നാൽ മരണമേ നിൻ്റെ വിജയം എവിടെ, മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് അവിടുന്ന് പുനരുത്ഥാനം ചെയ്തു. ഉത്ഥിതനായ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങളുടെ പ്രവൃത്തികളും വ്യർത്ഥമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവുമാണ് കർത്താവിൻ്റെ ഉയർപ്പ്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഹസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ ആൻഡ് ക്രൈസ്റ്റ് വിൽ കം എഗെയിൻ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തു, യേശുക്രിസ്തു മഹത്വത്തോടു കൂടി വീണ്ടും വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഉയർപ്പാണ്. യേശുവിനെ കുറിക്കുന്ന ദൈവിക നിയോഗങ്ങളും തിരുവെഴുത്തുകളും നിവർത്തിയാക്കപ്പെട്ട ദിവസമാണ് ഈ ഉയർപ്പ് ദിവസം. അസത്യങ്ങളുടെ പുറമോടികൾ തച്ചുടച്ച് അന്ധകാരം പ്രകാശത്തിന് വഴിമാറുമെന്ന് ലോകം ഗ്രഹിച്ച ദിനമാണ് ഈസ്റ്റർ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, വിശ്വാസവും വ്യർത്ഥമെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം ശുഷ്കവും സുവിശേഷം ശൂന്യവും ആകാതിരിക്കുന്നതിന് നിദാനമായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് സഭയുടെ ആരാധന ജീവിതത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവുമാണ്. സഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉദ്ധിതനായ യേശുക്രിസ്തുവിൽ നിന്നും ആരംഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു ആകുന്ന ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരുടെ തൂണുകളിൽ കാണുകയും കേൾക്കുകയും
വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്ത സത്യത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും രക്തത്തിൽ അടിയുറപ്പിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നങ്കൂരമാണ് ഈസ്റ്റർ. ദുഃഖവെള്ളിയാഴ്ചയോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നു എങ്കിൽ പ്രത്യാശയില്ലാത്തവരായി നിരാശയിലേക്ക് നാം പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹം മരണമുള്ള മനുഷ്യന് മരണമല്ല, ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഒരു ആഹ്വാനമാണ് ഉത്ഥാനം പ്രഘോഷിക്കുക. മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് നൽകുന്ന പ്രത്യാശ. പല കാരണങ്ങളാൽ നമ്മളൊക്കെ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവനെന്ന് കാലം ചെയ്ത പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്വന്തം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല കാരണങ്ങളാൽ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ സ്വന്തം അമ്മ തൻ്റെ ചെറുപ്രായത്തിൽ മരിക്കുമ്പോഴും ഏക സഹോദരൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടുത്ത പനി ബാധിച്ച് മരിക്കുമ്പോഴും മറ്റൊരു സ്ഥലത്തേക്ക് താമസമാക്കിയ അപ്പൻ തളർവാദ രോഗിയായി കട്ടിലിൽ കിടക്കുന്ന സാഹചര്യത്തിലും അപ്പനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴും അപ്പന് മരുന്നും ഭക്ഷണമായി വരുമ്പോൾ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതായി കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും ഒക്കെ അദ്ദേഹത്തെ തളർത്താമായിരുന്നു. അത്ഭുതകരമായി അവിടുത്തെ വികാരിയച്ഛൻ്റെ ഇടപെടൽ കാരണം വികാരിയച്ഛൻ നൽകിയ പ്രത്യാശയിൽ ജീവിച്ചുകൊണ്ട് വികാരിയച്ഛനെപ്പോലെ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തിൽ വൈദികനാവുകയും വൈദിക മേലധ്യക്ഷനാവുകയും ഒരു കർദിനാളാവുകയും അടുത്ത മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുവാൻ ജോൺ പോൾ ഒന്നാമന് മാർപ്പാപ്പായുടെ കാലശേഷം പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ തിരിച്ചു പോകുവാനുള്ള ടിക്കറ്റുമായി വന്ന വ്യക്തിയായിരുന്നുവല്ലോ ജോൺ പോൾ രണ്ടാമൻ. പരിശുദ്ധാത്മ നിറവിലൂടെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ ആഗോള കത്തോലിക്കാ സഭയുടെ അനിഷേധ്യ നേതാവായി പ്രവർത്തിച്ച അദ്ദേഹം എത്രയേറെ രാജ്യങ്ങളാണ് സന്ദർശിച്ചത്, എത്ര ജനങ്ങൾക്കാണ് പ്രത്യാശ നൽകിയത്. ആലി അഫ്ഗാ എന്ന യുവാവ് തന്നെ വെടിവെച്ചപ്പോഴും വെടിയുണ്ടേറ്റപ്പോഴും പ്രത്യാശയോടുകൂടി അമ്മയുടെ കരങ്ങളിലെല്ലാം സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്വന്തം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പാർക്കിൻസൺസ് ബാധിച്ച് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ കഴിയുമ്പോൾ ലോകത്തിന് നൽകിയ സന്ദേശമാണ് നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ എന്ന്. അപ്പോൾ പ്രത്യാശ നൽകുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. മരണമുള്ള മനുഷ്യന് മരണമല്ല, ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നതിൻ്റെ ആഹ്വാനമാണ് ഉത്ഥാനം പ്രഘോഷിക്കുക. ക്രിസ്തു ഉത്ഥാനം ചെയ്തത് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാറ്റിനെയും തന്നിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആ സന്ദേശം നാം ഒരിക്കലും വിസ്മരിക്കരുത്. അങ്ങനെയാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം എല്ലാറ്റിൻ്റെയും ഉത്ഥാനമാണ്. മരണത്തിൻ്റെ നിഴലിൽ നിന്ന് ജീവനിലേക്കും ജീവിക്കുന്നവരുടെ നാട്ടിലേക്കും ഈശോ പ്രവേശിച്ച സന്തോഷത്തിൻ്റെ വലിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരശില ക്രിസ്തുനാഥൻ്റെ ഉത്ഥാനമാണ്. ബലഹീനതയുടെയും പരിഹാസത്തിൻ്റെയും പ്രതീകമായ കുരിശിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ഒടുങ്ങിയിരുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു തികഞ്ഞ പരാജയമായി അവസാനിക്കുമായിരുന്നു. ഭാവി തലമുറ കർത്താവിൻ്റെ ജീവിതം ഒരു ഐതിഹ്യമായി ചിത്രീകരിക്കുമായിരുന്നു. എന്നാൽ ലോകം കണ്ട മഹാത്യാഗിയായിരുന്നു അവിടുന്ന്. തൻ്റെ ജീവിതകാലത്ത് തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് എതിരാളികളുടെ ഇടയിൽ
അചഞ്ചലനായി കർത്താവ് ഉയർന്നു നിന്നു. നന്മ ചെയ്തുകൊണ്ട് അവൻ ചുറ്റി സഞ്ചരിച്ചു. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലമായി ലഭിച്ചത് കുരിശാണ്. അവിടുത്തെ ജീവിതം അവസാനിച്ചിരുന്നു എങ്കിൽ അത് അതിദയനീയമായ ഒരു പരാജയമാകുമായിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനിർമ്മിതമായ കല്ലറകൾക്കോ സംവിധാനങ്ങൾക്കോ കല്ലറ സീൽ വയ്ക്കുന്നതിലോ ഒന്നും തന്നെ ഒതുക്കി വയ്ക്കുവാനോ അടക്കി വയ്ക്കുവാനോ ആവില്ല എന്ന് പ്രഘോഷിച്ചുകൊണ്ട് മരണമേ നിൻ്റെ വിജയം എവിടെ, മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് അവിടുന്ന് പുനരുത്ഥാനം ചെയ്തു. ഉത്ഥാനത്തിൽ സംശയിക്കുന്ന യഹൂദ പ്രമാണികൾ ഉരുട്ടിവെച്ച കല്ല് തട്ടിമാറ്റി മഹത്വത്തോടെ അവിടുന്ന് ഉയർത്തു. പാപത്തിൻ്റെയും തിന്മയുടെയും മേലുള്ള വിജയമായിരുന്നു അവിടുത്തെ പുനരുത്ഥാനം. അസത്യത്തിൻ്റെയും അനീതിയുടെയും മേൽ സത്യവും നീതിയും നേടിയെടുക്കുന്ന ഒരു വിജയമായിരുന്നു അവിടുത്തെ പുനരുത്ഥാനം. മൂല്യനിഷേധങ്ങളുടെ മുമ്പിൽ സനാതന മൂല്യങ്ങളുടെ വിജയമാണ് അവിടുത്തെ പുനരുത്ഥാനം. യേശുവിൻ്റെ പുനരുത്ഥാനം നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ നാന്ദിയും അച്ചാരവുമാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. മരണത്തെയും മരണത്തിന് മൂല്യ കാരണമായ പാപത്തെയും പരാജയപ്പെടുത്തി യേശു മഹത്വപ്രഭവനായി ഉയർത്തെഴുന്നേറ്റു. സമസ്ത ജനപദത്തിനും പ്രപഞ്ചത്തിനും സമാശ്വാസവും പ്രത്യാശയും നൽകിക്കൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പാപത്തോളം പാപസാഹചര്യങ്ങളോടും വിട പറഞ്ഞ് നിർമ്മല ഹൃദയരായി ജീവിക്കുന്നവർക്ക് മാത്രമേ പുനരുത്ഥാനം ചെയ്ത ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുവാനും പുനരുത്ഥാനത്തിൽ സന്തോഷിക്കുവാനും ഉദ്ധിതനായ ഈശോ ആശംസിക്കുന്ന സമാധാനം അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രത്യാശയുടെ തിരുനാളാണല്ലോ ഈസ്റ്റർ. ആർക്കും ഒരിക്കലും എടുത്തു കളയാൻ സാധ്യമല്ലാത്ത സന്തോഷം നമുക്കുണ്ട്. അത് വാഗ്ദാനം ചെയ്ത കർത്താവാണ്. തൻ്റെ പുനരുത്ഥാനത്തിലൂടെ ആ സന്തോഷം മനുഷ്യമക്കളുമായി അവിടുന്ന് പങ്കുവയ്ക്കുകയാണ്. 6 അടി മണ്ണിനപ്പുറത്ത് ശാശ്വതമായ മറ്റൊരു ജീവിതമുണ്ടെന്ന് ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിരാശയും വ്യർത്ഥതാബോധത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ഇവിടെയില്ല, അവർ അവനെ കടത്തിയിരുന്ന സ്ഥലം കാണുവീൻ. ഉദ്ധിതനായ യേശുവിനോടുകൂടി നാം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മർത്യതയിൽ നിന്ന് നിത്യജീവനിലേക്കും കടന്നിരിക്കുന്നു. തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്റർ നമുക്കും ആഹ്ലാദിക്കാൻ കാരണം നാം ഈസ്റ്റർ ജനതയാണ്. യേശുവിൻ്റെ ഉയർപ്പിനോളം മനുഷ്യജീവിതത്തിന് അനിവാര്യമായ ഒരു സദ്വാർത്ത ഇല്ല. കാരണം യേശുവിൻ്റെ കല്ലറ ശൂന്യമല്ലെങ്കിൽ ശൂന്യമാകുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിന് നിറവും തികവും നൽകുന്നത് അവിടുത്തെ ഉത്ഥാനമാണ്. ഉദ്ധിതനായ കർത്താവ് നമ്മിൽ ജീവിക്കുന്നു. മാമോദീസായിലൂടെ യേശുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും നാം പങ്കുചേരുന്നു. നമ്മുടെ പാപപ്രകൃതിയെ യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൽ പുതിയ വ്യക്തികളായി നാം ഉയർത്തെഴുന്നേൽക്കുന്നു. മാമോദീസായിൽ സംഭവിക്കുന്നതാണ്. യേശുവിനോടുകൂടി മരിക്കുകയും യേശുവിനോടുകൂടി പുനരുത്ഥാനം ചെയ്യുകയും ചെയ്ത് ഒരു പുതിയ സൃഷ്ടിയായി നാം മാറുകയാണ്. പാപത്തെ വെടിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഉയർപ്പിൻ്റെ ജീവിതം. യേശു എന്നിൽ ജീവിക്കുന്നു എന്ന അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉയർപ്പിൻ്റെ അനുഭവം. ഞാൻ ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രഘോഷിച്ചതുപോലെ ആ ഒരു ജീവിത അനുഭവമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. യേശു തിരുവചനത്തിൽ ജീവിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടിയായിരുന്ന വചനം, ദൈവമായ വചനം മാംസമെടുത്ത് മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. വചനം മാംസം ധരിച്ച യേശുവാണ് ദൈവത്തിൻ്റെ കൃപയുടെയും
കാരുണ്യത്തിൻ്റെയും മർത്യരൂപം. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന് യേശു പറയുമ്പോൾ യേശു നമുക്ക് കാണിച്ചു തന്നത് പിതാവിൻ്റെ പ്രവൃത്തികളാണ്. മാംസം ധരിച്ച് അവിടുന്ന് മരിച്ചപ്പോൾ ജീവദായകമായ വചനമായി അവിടുന്ന് വചനത്തിലൂടെ ജീവിക്കുന്നു. തിരുവചനം ഉൾക്കൊണ്ട് യേശുവിൽ ജീവിക്കുവാൻ, നമ്മിൽ യേശു ജീവിക്കുവാൻ ഉത്ഥാനം നമ്മെ ക്ഷണിക്കുകയാണ്. യേശു അപ്പത്തിൽ ജീവിക്കുന്നു. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവീൻ. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവീൻ. അന്ത്യ അത്താഴത്തിൽ ഈശോ അരുളി ചെയ്തു. ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ കർത്താവ് ഇന്നും നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനാണ്. വിശുദ്ധ കുർബാന ഒരു വിരുന്ന് മാത്രമല്ല, പ്രത്യുത ഒരു ബലി കൂടിയാണ്. ബലിയിൽ പങ്കുകൊള്ളുന്ന നാമും യേശുവിനെ പോലെ മുറിക്കപ്പെടണം. ബലിയിലുള്ള പങ്കുചേരൽ നമ്മെ ബലിജീവിതത്തിലേക്ക് നയിക്കണം. മനുഷ്യർക്ക് ജീവൻ നൽകുവാൻ വേണ്ടി വിഭജിക്കപ്പെട്ട അപ്പമാണ് യേശു. പങ്കുവയ്ക്കുന്നിടത്തും മുറിച്ചു നൽകുന്നിടത്തും ഉദ്ധിതൻ ജീവിക്കുന്നു. എമ്മാവോസിലെ ശിഷ്യന്മാർ അപരിചിതനിൽ ഉദ്ധിതനായ കർത്താവിനെ തിരിച്ചറിഞ്ഞു. ഉദ്ധിതനായ കർത്താവ് അപ്പത്തിൽ ജീവിക്കുന്നു, അപ്പം പങ്കുവയ്ക്കുന്നവരിൽ ജീവിക്കുന്നു. ജീവിതവും അപ്പവും അർപ്പണവുമാക്കി മാറ്റിയവരിൽ അവിടുന്ന് ജീവിക്കുന്നു. യേശു ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ സഭയിൽ, തൻ്റെ മൗതിക ശരീരമായ സഭയിൽ. അതിൻ്റെ ശിരസ് എന്ന നിലയിൽ യേശു ജീവിക്കുന്നു. തിരുവചനത്തിലൂടെ, കൂദാശകളുടെ പരികർമ്മത്തിലൂടെ, സഭാതനയരിലൂടെ ഈശോ ഇന്നും ജീവിക്കുന്നു. സഭയുടെ വിവിധ അജപാലന ശുശ്രൂഷകളിലൂടെ, കാരുണ്യ പ്രവർത്തികളിലൂടെ, സാമൂഹ്യക്ഷേമ ഇടപെടലുകളിലൂടെ ഉദ്ധിതനായ ഈശോ ഇന്നും ജീവിക്കുന്നു. ഉദ്ധിതനായ ഈശോ സഭയുടെ മണവാളനാണ്. മണവാളന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉണർവുള്ള മണവാട്ടികളായി ജീവിക്കുവാൻ തിരുസഭയ്ക്ക് ദൗത്യമുണ്ട്. ഉദ്ധിതനായ കർത്താവിൻ്റെ വർത്തമാനകാല സാന്നിധ്യമാണ് തിരുസഭ. വർത്തമാനകാല പീഡസഹനങ്ങളും രക്തസാക്ഷിത്വങ്ങളും സധൈര്യം നേരിടാനും മുമ്പോട്ട് പോകുവാനും ക്രിസ്ത്യാനിയെ ഒരുക്കുന്നതും പ്രാപ്തനാക്കുന്നതും ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഉയർപ്പിൻ്റെ അടിസ്ഥാനമായി നാം കാണുന്നത് ശൂന്യമായ കല്ലറയാണല്ലോ. കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഇരുട്ടിൻ്റെ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, വേൾഡ് ഇൻ ഡാർക്ക്നെസ്, ഹോളിവുഡിലെ ഒരു സിനിമ അപ്രകാരം അവതരിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 2000 വർഷം പഴക്കമുള്ള യേശുവിൻ്റെ കല്ലറയിൽ പരിശോധന നടത്തുമ്പോൾ അത്രത്തോളം പഴക്കമുള്ള ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ്. ഉടനെ തന്നെ ദേവാലയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, പുരോഹിതന്മാർ തുടർന്ന് പ്രവർത്തനങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക്, സന്യസ്തരും മിഷണറിമാരുമൊക്കെ സ്ഥലം വിട്ടുപോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ മുമ്പോട്ട് വന്ന് പറയുകയാണ്, ശൂന്യമായ കല്ലറയിൽ 2000 വർഷം പഴക്കമുള്ള ഒരു മമ്മി, അതായത് ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് പ്രാചീന സംസ്കാരത്തിൽ സൂക്ഷിക്കപ്പെട്ടതായ ആ ഒരു ശരീരം മറ്റൊരാളിൻ്റെ അങ്ങനെ ക്രമീകരിച്ചതായ ഒരു ശരീരം ഞാനാണ് യേശുവിൻ്റെ കല്ലറയിൽ കൊണ്ടുപോയി വെച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ ആ കല്ലറയിൽ ഇല്ലായിരുന്നു. കല്ലറയിലേക്ക് ഓടിപ്പോയ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനുമാണ് ഓടിപ്പോയത്. അവരെല്ലാ പരീക്ഷണങ്ങളും നടത്തി നോക്കി,
രണ്ടുപേരും ഓടി ആദ്യമെത്തിയത് യോഹന്നാനാണ്. അനുഭവക്കുറവ് കൊണ്ട് മാറി നിൽക്കുന്നു. തന്നാലാവുന്ന വിധം ഓടിയെത്തിയ പത്രോസ് കല്ലറയിലേക്ക് ഇറങ്ങി നോക്കുന്നു. അവനെ പുതപ്പിച്ചിരുന്ന പുതപ്പ് മാറ്റിയിരിക്കുന്നു. ശിരസിലെ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. കല്ലറയിൽ കാണുന്നില്ല. അപ്പോൾ ശൂന്യമായ കല്ലറയായിരുന്നു യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു തെളിവായി നാം വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ദുഷ്പ്രചരണങ്ങളിലൂടെ ഹോളിവുഡിലെ ആ സിനിമയിലൂടെ എന്തുമാത്രം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് കാണുമ്പോൾ അതിന് കാരണക്കാരനായ ആ മനുഷ്യൻ പരസ്യമായി പറയുകയാണ്, ഞാനാണത് ചെയ്തത്. ആ കല്ലറയിൽ ആ ശരീരം 2000 വർഷത്തോളം പഴക്കമുള്ള ആ മമ്മി കൊണ്ടുവച്ചത് ഞാനാണ് എന്ന് പറയുമ്പോൾ അടഞ്ഞുകിടന്ന ദേവാലയങ്ങൾ തുറക്കപ്പെടുന്നു. സെമിനാരികളിലൊക്കെ വിദ്യാർത്ഥികൾ വരുന്നു. മിഷണറിമാർ പ്രവർത്തിക്കുവാൻ വരുന്നു. വീണ്ടും ഊർജ്ജസ്വലമായുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ ഉയർത്തില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, പ്രവർത്തനങ്ങളും വ്യർത്ഥമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിച്ചത്. കല്ല് ഉരുട്ടി മാറ്റുന്ന ഒരനുഭവം നാം അവിടെ കാണുകയാണ്. അതായത് ആ കാലഘട്ടത്തിൽ യഹൂദരുടെ കല്ലറ പാറയിലാണ് കല്ലറ നിർമ്മിക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ എൻട്രൻസിൽ ഇന്ന് കാണുന്ന ഗേറ്റ് പോലെ ഗേറ്റിന് പകരം വലിയ കല്ലാണ് ഉരുട്ടി വയ്ക്കുന്നത്. എന്നാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ ചതുരമായിട്ട് കാണപ്പെടുന്ന ആ പാറയിൽ ശരീരങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ യേശുവിൻ്റെ കല്ലറ മൂടിയിരുന്നതായ ആ വെളിയിലത്തെ വലിയ കല്ലിനെക്കുറിച്ചാണ് നമുക്ക് വേണ്ടി ആര് കല്ല് മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിയ മഗ്ദലേനായും യാക്കോബിൻ്റെ യോസയുടെ അമ്മയായ മറിയുമൊക്കെ സുഗന്ധദ്രവ്യം പൂശുവാനായി കല്ലറയിലേക്ക് യഹൂദ ആചാരപ്രകാരം കടന്നു ചെല്ലുന്നത്. അവർക്ക് അവിടെ യേശുവിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അവർ ചോദിക്കുകയാണ്. മാലാഖയെ അവർ അവിടെ കാണുകയാണ്. മാലാഖയാണ് ആ കല്ല് മാറ്റിക്കൊടുക്കുന്നത് എന്നവർ വിശ്വസിക്കുകയാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്. ആര് കല്ല് മാറ്റിത്തരും എന്നുള്ള ഭയത്തിൽ ഓടിച്ചെല്ലുമ്പോൾ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതും കല്ലറയിൽ യേശുവിൻ്റെ ശരീരമില്ല എന്നുള്ളതും മനസ്സിലാക്കി അവർ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിലുള്ള ഭയമൊക്കെ അകന്നു പോവുകയാണ്. കാരണം മാലാഖ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് ബൈബിളിൽ 366 പ്രാവശ്യം എഴുതി വച്ചിട്ടുണ്ട്. ഫിയർ നോട്ട്. 365 ദിവസമേ ഉള്ളൂ. 4 വർഷത്തിലൊരിക്കലാണല്ലോ ഒരു ലീപ്പ് ഇയർ വരുന്നത്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഭയപ്പെടേണ്ട എന്ന് ബൈബിളിൽ 366 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്ന മാലാഖ പറയുന്നത് കരയേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ അസാന്നിധ്യം, അവിടുത്തെ മരണം, കബറടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം സുഗന്ധദ്രവ്യം പൂശുവാനായി വന്നവർക്ക് കല്ലറയിൽ ഗുരുവിനെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കരയേണ്ട എന്ന് പറയുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, നിങ്ങളവനെ ഗലീലയിൽ കാണും എന്നൊക്കെ മാലാഖ പറയുമ്പോൾ എത്ര വലിയ പ്രത്യാശയാണ്, അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചത്. അതിനേക്കാളേറെ ഉപരിയായി അവർക്ക് ഉത്ഥിതനായ യേശുവിനെ കണ്ടെത്തുവാൻ കഴിയുന്നു. മറിയ മഗ്ദലേന, നിങ്ങൾ എവിടെയാണ് അവനെ വച്ചിരിക്കുന്നതെന്ന് പറയുക, ഞാൻ പോയി എടുത്തുകൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ മറിയം എന്ന് ആധികാരികമുള്ള അധികാരിയുടേതായ സ്വരം കേൾക്കുമ്പോൾ റബോനി എന്ന് വിളിച്ചുകൊണ്ട്, ഗുരുവേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ പാദത്തിലേക്ക് വന്ന് വീഴുവാൻ പോകുന്ന മറിയത്തോട്, നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയുക, ഞാൻ കബറിൽ നിന്നും മഹത്വത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റുവെന്ന്.
ആദ്യത്തെ സാക്ഷിയായി, സുവിശേഷകയായി, പാപിനി പരിശുദ്ധയായി മാറിയ മറിയം മഗ്ദലേന പോവുകയാണ്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നാം കാണേണ്ടത്, ഉത്ഥിതനായ യേശു തമ്പുരാൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്ന പശ്ചാത്തലം. യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയനിമിത്തം കതകളടച്ചിരിക്കെ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെടുന്ന യേശുവിനെ നാം കാണുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളിച്ചതുകൊണ്ട് സമാധാനം നൽകുന്ന യേശുവിനെ കാണുകയാണ്. എന്നാൽ കൂട്ടത്തിലുണ്ടായില്ല തോമസ്. തിരികെ വന്നപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ ഗുരുവിനെ കണ്ടു, എനിക്കും അവനെ കാണണം, എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം പിടിക്കുന്ന തോമസിൻ്റെ നിർബന്ധം അകറ്റി കൊടുക്കുവാൻ ഉദ്ധിതനായ യേശു തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ട് തോമസിനെ അടുത്ത് വിളിച്ച് പറയുകയാണ്, തോമസ് ഇവിടെ വരിക, എൻ്റെ കൈകൾ കാണുക, കാലുകൾ കാണുക, എൻ്റെ വിലാവ് കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ധിതനായ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ തോമസ് പറയുകയാണ്. പത്രോസും ശിഷ്യന്മാരുമൊക്കെ കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാത്രിയുടെ നിയമങ്ങളുടെ യാമങ്ങൾ അധ്വാനിച്ചിട്ടും പഴയ പണിക്ക് പോയ അവർക്ക് ഒന്നും കിട്ടാത്ത നിരാശയിൽ വലയും ചുരുട്ടിക്കൊണ്ട് വരുമ്പോൾ, ഉദ്ധിതനായ യേശു തമ്പുരാൻ പടകിൻ്റെ വലതുവശത്തായി വലവീശുവിൻ, കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടിയില്ലേ, പടകിൻ്റെ വലതുവശത്തായി വലവീശുവിനെന്നാവശ്യപ്പെട്ടപ്പോൾ ധാരാളം മത്സ്യം ലഭിക്കുകയാണ്. തമ്പുരാൻ്റെ വാക്കുകൾ ഫലദായകമാണ്. അവർ തിരിച്ചറിയുകയാണ്, ധാരാളം മത്സ്യം കിട്ടിയപ്പോൾ അത് ഗുരുവാണെന്ന്. ആ ഗുരുവിൻ്റെ അടുത്തേക്ക് വരാനാവാത്ത വിധത്തിൽ നിൽക്കുന്ന പത്രോസ് തൻ്റെ മേലങ്കിയെടുത്ത് വസ്ത്രമെടുത്ത് ഉടുത്തുകൊണ്ട് കടലിലേക്ക് എടുത്തിയാടുന്ന പത്രോസിനെ കാണുന്നു. ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപരിചിതനെ പോലെ അടുത്തു വന്ന്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖം മ്ലാനമതനമായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിതരായിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ നടന്ന സംഭവമൊന്നും നിങ്ങൾക്കറിയില്ലേ. ഏത് സംഭവം? ഉദ്ധിതനായ യേശുവിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. വചനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലുമൊക്കെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കുന്നു? പാടുകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എഴുതിയിട്ടില്ലേ? വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്. എത്തേണ്ടതായ സ്ഥലം അടുക്കാറായപ്പോൾ അപരിചിതൻ അകന്നു പോകുവാൻ ഭാവിക്കുമ്പോൾ, വിജനസ്ഥലമാണ്, ഞങ്ങളോടൊപ്പം വസിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്ന അവരോടൊപ്പം പോയി പ്രാർത്ഥിക്കുന്നു. അപ്പമെടുത്ത് ആശീർവദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. പെസഹാത്താഴത്തിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്ത അതേ കൈകളും കണ്ണുകളുമൊക്കെ കണ്ടുകൊണ്ട് അവനിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു ജനത്തെയാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഉദ്ധിതൻ്റെ ആ ജീവിതം നമുക്ക് നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ്. തിന്മയുടെ വിജയം കണ്ട് ആരും ഭയപ്പെടേണ്ട. ദുഃഖവെള്ളിയാഴ്ചയുടെ ശേഷം പുനരുത്ഥാനം സംഭവിക്കും. ദൂരം ഏതാനും മണിക്കൂറുകൾ മാത്രം. ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററുമായിട്ടുള്ള ദൂരം ഏതാനും മണിക്കൂറുകൾ മാത്രം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. എന്തിനാണ് നീ കരയുന്നത്? എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുവാൻ കഴിവുള്ളവൻ നമ്മോടുകൂടിയുണ്ട്. അതുകൊണ്ട് നാം കരയുവാനുള്ളവരല്ല. സഹനങ്ങളുടെ, തെറ്റിദ്ധാരണയുടെ, വേദനയുടെ അവസരങ്ങളിൽ പ്രത്യാശ കാത്ത് സൂക്ഷിക്കുവാൻ അവൻ നമ്മോടുകൂടിയുണ്ട്, ഉദ്ധിതൻ നമ്മോടുകൂടിയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാനുള്ളവരാണ് നാം. ഉത്ഥാന രഹസ്യത്തെ നിഷേധിക്കുവാൻ ആരംഭം മുതൽ അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്ന പടയാളികൾ സ്വാധീനം ചെലുത്തി പറയിപ്പിച്ചതാണ്. അതിലെ വൈപരീത്യം നോക്കുക. ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ, ഉറങ്ങുന്നവർക്ക് എങ്ങനെയാണ് ആരാണ് വന്നതെന്ന്, അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി. അതിന് തടയിടുവാനാണല്ലോ അവരെ നിയോഗിച്ചത്. സർവശക്തി ഉപയോഗിച്ച് തടയേണ്ടതായ ആളുകൾ ഉറങ്ങാൻ പാടില്ല. അവർ ഉറങ്ങിയപ്പോൾ ആരാ വന്നതെന്നറിയില്ല. അവർ പറയുകയാണ് അവൻ്റെ ശിഷ്യന്മാർ വന്നവനെ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ.
ഇങ്ങനെയുള്ള മിഥ്യമായ ധാരണകളൊക്കെ പകർത്തിക്കൊണ്ട് ഹോളിവുഡിലെ ഡാർക്ക്നെസ്സൊക്കെ പ്രകാശമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശു തമ്പുരാൻ്റെ പുനരുത്ഥാനമാണെന്നും ദുഃഖവെള്ളിയാഴ്ചയുടെ അപ്പുറമുള്ള പുനരുത്ഥാനത്തിലൂടെ സകല മനുഷ്യർക്കും പ്രത്യാശ നൽകുന്ന ആ ഉയർപ്പ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ജീവിതത്തിൻ്റെ അവലംബവുമായി കാത്തു സൂക്ഷിക്കുവാൻ ഉത്ഥിതനായ യേശു തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ഏവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും പുനരുത്ഥാനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.